ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു അറഫ നോമ്പ് ദിനമാണ്. കൂടാത്തതിന് പെരുന്നാളാവും പാടിയാട്ടോ, വലിയ പെരുന്നാളാണ്. അപ്പോൾ മക്കൾ രണ്ടാളും നോമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ മദ്രസയെന്ന് പറഞ്ഞതാണ് നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു, കാരണം നിർബന്ധിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് പിടിക്കണമെന്ന്. അങ്ങനെ അത് അവർക്ക് സ്പെഷ്യലായിട്ട് സമൂസ ഉണ്ടാക്കുന്നുണ്ട്. സമൂസ മതി എന്നിട്ട് പറഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കും. സമൂസ ഭയങ്കര ഇഷ്ടം. അങ്ങനെ സമൂസേൻ്റെ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊടിയൊക്കെ കൊഴിച്ച് സമൂസേൻ്റെ ഉള്ള മാവൊക്കെ പരത്തിയിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി, പിന്നെ സമൂസ ഞാൻ പരത്തി കൊടുത്ത് ഫീമിയാട്ടം ഉണ്ടാക്കിയത്. നമ്മൾ പെട്ടെന്ന് തന്നെ വേഗം സമൂസ എളുപ്പപ്പണിയാണ് കേട്ടോ. വേഗം സമൂസ ഉണ്ടാക്കും. അപ്പോൾ സമൂസേൻ്റെ അച്ചൊക്കെ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് വാങ്ങണം എന്നൊക്കെ ഉണ്ട്. പിന്നെ സമൂസ ഉണ്ടാക്കിയതിന് കുറച്ച് അരിപ്പൊടി വിതറിയുണ്ട് കേട്ടോ, ഒട്ടാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ച നേരത്താണ് നമ്മൾ സമൂസ ഉണ്ടാക്കുന്നത്. പിന്നെ സമൂസേൻ്റെ കൂടെ തന്നെ നമുക്കിന്ന് അരിച്ചുട്ടത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ നമ്മളെ പച്ചേരി അല്ല കേട്ടോ, സാധാ നമ്മളെ ചോറ്റേരി ഇല്ലേ, റേഷൻ പീടിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതന്നെ. അത് കുറച്ച് നേരം വെള്ളത്തിൽ പുതിർത്തി വെച്ച്, രാവിലെ വെള്ളത്തിൽ പുതിർത്തി വെച്ച് ഉച്ച നേരത്തെ അടിച്ചതാണ് കേട്ടോ. അത് നല്ലോണം വെള്ളം ഇല്ലാതെ തന്നെ അടിച്ചതാണ് കേട്ടോ. അതിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് കല്ലിൽ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞ്, മഴ അല്ലാത്തതുകൊണ്ട് നല്ല ചൂടാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ കലക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത് കേട്ടോ. അവർക്ക് നാരങ്ങ വെള്ളം ഇഷ്ടമാണ്, ജ്യൂസൊന്നും അങ്ങനെ കുടിക്കൂല. അപ്പോൾ നാരങ്ങ വെള്ളം നല്ല ക്ഷീണമുണ്ട് പറഞ്ഞമ്മ, തോനെ വെള്ളം വേണമെന്ന് പറഞ്ഞതാണ് ഞാനൊരു കൈപ്പാത്രത്തിൽ ആക്കി വെച്ചിട്ട്. അതിന് ശേഷം ഞാനൊരു 4 മണി 3:30 ആയപ്പോൾ പത്തിരി ചൂടാൻ തുടങ്ങിയിട്ട്, ഒരാൾക്കൊരു പത്തിരി തിന്നാൽ മതിയിട്ട്. നല്ല ടേസ്റ്റ്, നല്ല നെയ്യിൽ അല്ലെങ്കിൽ ഓയിലിൽ നല്ല നെരിയിച്ചാൽ നല്ല ചൂടോട് കൂടി തന്നെ തിന്നട്ടോ. പിന്നെ അവിടെ സമൂസ ഫേമി പൊരിക്കുന്നുണ്ട്, മക്കൾക്ക് മാത്രം ഉണ്ടാക്കിയിട്ട്. പിന്നെ നമ്മൾ അരിച്ചുട്ടത്തിൻ്റെ കൂടെ ലിവർ ഫ്രൈ ആട്ടോ. ലിവർ ഫ്രൈ അല്ല, ലിവർ കറി. അത് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക്. പിന്നെ അത് നമ്മൾ കുറച്ച് നേരം നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടോ. ഫേമിയാണ് തൊപ്പിയിട്ട് കേട്ടോ. അവൾ വേഗം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തൊപ്പിയിട്ട്, ഞാൻ അപ്പത്തിന് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ സമൂസ ടേസ്റ്റ് നോക്കാൻ വേണ്ടി എമീഷന് കൊടുത്തിട്ടോ. അപ്പത്തിന് മൈരവ് ബാങ്ക് കൊടുത്തിട്ടോ. അങ്ങനെ ഇഷാനും റിച്ചും എല്ലാവരും നോമ്പ് തുറക്കാണ് കേട്ടോ. ആസ്വദിച്ചാണ് ഇഷാൻ കഴിക്കുന്നത്. ആദ്യം കുറേ വെള്ളമൊക്കെ കുടിച്ചിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പത്തിരി കഴിച്ചോടി തന്നെ പത്തിരി കഴിച്ച് പിന്നെ സമൂസ ഒക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ രണ്ടാളും. ഇഷാൻ റിച്ചുട്ടനക്ക് എപ്പോഴും നിന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറയും എപ്പോഴും ഇരുന്ന് കഴിക്കണം എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ മക്കൾക്ക് കുറച്ച് പടക്കങ്ങൾ വാങ്ങി. പടക്കങ്ങൾ തന്നെ പൊട്ടുന്നതല്ല കേട്ടോ, മേശാപ്പൂ, പൂത്തിരി, കമ്പിത്തിരി അങ്ങനെയൊക്കെ കേട്ടോ. കുറച്ച് പിരി അങ്ങനെ കിസാപ്പോ, ഫുള്ള് നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ബലൂൺ നമ്മൾ എല്ലാ പ്രാവശ്യം അതേപോലെ തന്നെ പെരുന്നാരാവിൻ്റെ ടൈമിലൊക്കെ മക്കൾക്ക് ഇങ്ങനെ വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ. അവർ കുറച്ച് കളിച്ചോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള എല്ലാ മക്കളും പാടി കളിക്കുന്നുണ്ട്. അങ്ങനെ എമിക്ക് കുറച്ച് കാണിച്ചു കൊടുത്തിട്ട്, അവനക്ക് ആദ്യം വീടിന്, പിന്നെ അവൻ കളിച്ചിട്ട് വലിയ ഇതുള്ള സാധനമൊന്നുമല്ല, അതുകൊണ്ട് മക്കളിങ്ങനെ കളിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ വക, എൻ്റെ ഫാമിലീൻ്റെ വക ഈദ് മുബാറക്ക് കേട്ടോ. അത് പറയാൻ മറന്നു പോയിട്ടോ. പിന്നെ ഒരു 9:30 10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ടൗണിൽ പോകാനുണ്ട്. നമ്മളെ പാൻറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. മക്കളെ പാൻറ്റ് അത് മറന്നു പോയതേനും.